ഹായ് ഹലോ, ഇത് ഇന്നലെ സൺഡേത്തെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ചേച്ചിയും ഏട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. 2 കാർ എടുക്കേണ്ട ആളുകളില്ലായിരുന്നു, ഒരു കാറിലേക്കുള്ള ആൾക്കാരുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ആ വണ്ടിയിൽ പോകാമെന്നും കരുതി ഞങ്ങൾ പോകുന്നതായിരുന്നു. ശില്പ ആദ്യമായിട്ട് കേട്ടോ അങ്ങനെ കുടുംബസംഗമത്തിനൊക്കെ നമ്മുടെ കൂടെ വരുന്നത്. അവളെ വന്നോ, നമുക്ക് അതൊക്കെ അറിഞ്ഞിരിക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്കൊരു ടാഗും ബുക്കും പെന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി, കുറേ ആൾക്കാർ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ താഴെ ഇരുന്നത്, പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ബാൽക്കണി മേലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പിടിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ അറിയില്ലല്ലോ എന്ന് കരുതി എല്ലാവരും മുകളിലോട്ട് പോന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒക്കെ കണ്ട സന്തോഷത്തിൽ സംസാരിച്ചൊക്കെ ഇരുന്നു. കല്ലുമോള് വെരി ഹാപ്പി ആയിരുന്നു, കാരണം കുറേ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ കുറേ ദിവസമായി കളിക്കാൻ കിട്ടിയിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവൾ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ദേവൂട്ടിയാട്ടോ അധികം എടുത്തുന്നത്. അങ്ങനത്തെ ആ കുട്ടിപ്പട്ടാളൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, കാരണം അവർ കുറച്ച് നാളായി ഇപ്പോൾ കണ്ടിട്ട്. അങ്ങനെ അവർ സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല സദ്യയായിരുന്നു, 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പാടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ അതുപോലെ നരിവേട്ട എന്ന് പറഞ്ഞ മൂവിയിൽ സോങ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ പാട്ടൊക്കെ പാടി. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീടെത്തുന്നതിന് മുന്നേ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്, പാടത്തിനോട് ചേർന്നിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മളൊരു കോഫിയും ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കുപ്പി കണ്ടപ്പോൾ വിചാരിച്ചു ഭംഗിക്ക് വെച്ചതാണ്, പക്ഷെ അതല്ല, അത് കുടിക്കാൻ പറ്റും. പുതിനയുടെ ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. കല്ലുമോളും ഉറങ്ങിയായിരുന്നു, അവളെ ഉണർത്തി അതൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചപ്പോൾ അത്രയേ ഉള്ളൂ.